നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി പരിശോധിക്കാൻ ചേർന്ന CPI സംസ്ഥാന സമിതി ഇന്ന് സമാപിക്കും. സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ഉച്ചയോടെ പൂർത്തിയാകും. ഭരണവിരുദ്ധ വികാരമല്ല തോൽവിക്കു പിന്നിൽ മറ്റു കാരണമെന്നാണ് MV ഗോവിന്ദൻ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ നിഗമനം. റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ സംസ്ഥാന നേതൃത്വത്തിനും CPIക്കുമെതിരെ രൂക്ഷ വിമർശനമാണ് നടന്നത്. വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ജിബിൻ ജെബിയാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്. ജിബിൻ, ഭരണവിരുദ്ധ വികാരമല്ല മറ്റ് ചില കാരണങ്ങളെന്നാണ് ചർച്ചയ്ക്കുള്ളിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം സംസ്ഥാന നേതൃത്വത്തിനെതിരെയും CPIക്കുമെതിരെയുള്ള രൂക്ഷ വിമർശനമാണ് കാണാൻ സാധിച്ചത്. CPIയും ഇതേപോലെ തന്നെ അവരുടെ നേതൃത്വത്തിനിടയിൽ തന്നെ CPIഎമ്മിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു. അപ്പോൾ ഇന്നാണ് യോഗത്തിന് സമാപനമാവുന്നത്. ഈ യോഗത്തിൽ തന്നെ ആരാണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറയില്ല, അങ്ങനെ ഒരു സൂചന കൂടി നൽകുന്നുണ്ട്. എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി? ഗോകുൽ, കാരണം പാർട്ടി വലിയ രീതിയിലുള്ള ഒരു പരാജയമാണ് ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഇതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി CPMന്റെ സംസ്ഥാന സമിതി യോഗം തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരുന്നത്. ഇതിൽ താഴെത്തട്ട് മുതലുള്ള കാര്യങ്ങൾ വിലയിരുത്തി. കാരണം പ്രത്യേകിച്ച് പാർട്ടി കോട്ടകളിലുണ്ടായ വിള്ളലുകൾ, വലിയ രീതിയിലുള്ള വോട്ട് ചോർച്ച, ഇക്കാര്യങ്ങൾ ഉൾപ്പെടെ പഠിച്ച ശേഷമാണ് കഴിഞ്ഞ ദിവസം പാർട്ടി സെക്രട്ടറി തന്നെ ഈ സംസ്ഥാന സമിതി യോഗത്തിൽ ഒരു റിപ്പോർട്ട് അവതരിപ്പിച്ചത്. ഈ റിപ്പോർട്ടിലാണ് ഭരണവിരുദ്ധ വികാരമല്ല ഈ ഒരു തോൽവിക്ക് കാരണമെന്നുള്ളതാണ് അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത്. കാരണം ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എങ്കിൽ അത് ഇത്രയും വലിയൊരു തോൽവിയിലേക്ക് നയിക്കില്ല. കാരണം 102 സീറ്റാണ് UDF നേടിയത്. ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ അതൊരു 75-നും 80-നും ഇടയിലുള്ള സീറ്റുകളിൽ നിന്നിന്. പക്ഷേ ഈ 102 സീറ്റ് എന്ന് പറയുന്നത് അത് ഭരണവിരുദ്ധ വികാരത്തിന്റെ ഭാഗമല്ല എന്നുള്ളതാണ് CPMന്റെ വിലയിരുത്തൽ. അതുമാത്രമല്ല സംസ്ഥാന നേതൃത്വത്തിനും CPIക്കും വലിയ രീതിയിലുള്ള വിമർശനം കൂടിയാണ് ആ റിപ്പോർട്ടിലുള്ളത്. പ്രത്യേകിച്ച് CPIക്കെതിരെയുള്ള വിമർശനങ്ങളാണ് എടുത്തു പറയേണ്ടത്. കാരണം PM ശ്രീ പോലെയുള്ള പദ്ധതികളിൽ CPI എടുത്ത നിലപാട് അത് പാർട്ടിക്ക് വലിയ രീതിയിലുള്ള ക്ഷീണമുണ്ടാക്കി. പ്രത്യേകിച്ച് UDF ക്യാമ്പിന് ആവേശം കൂടി പകരുന്നതായിരുന്നു ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ എന്നുള്ളതാണ് CPMന്റെ കഴിഞ്ഞ ദിവസം സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. മറ്റു കാര്യങ്ങൾ കൂടി പറയുന്നത്. കാരണം ഓരോ വിഷയങ്ങളിലും CPI എടുത്ത നിലപാട് അതെല്ലാം തന്നെ UDF ക്യാമ്പിന് ആവേശം പകരുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ കേരള കോൺഗ്രസിന്റെ ഈ മുന്നണി മാറ്റം സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ, അക്കാര്യങ്ങളെ ഒന്നും പാർട്ടിക്ക് പ്രതിരോധിക്കാൻ സാധിച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള നീക്കങ്ങളെയൊന്നും തന്നെ പാർട്ടിക്ക് തടയാനോ അത് മുന്നിൽ കാണാനോ ഒന്നും തന്നെ പാർട്ടിക്ക് സാധിച്ചിട്ടില്ല. ഇതെല്ലാം തന്നെ പാർട്ടിക്ക് ഒരു ദോഷമായി മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അക്കാര്യങ്ങളാണ് ഈ ഒരു വലിയ രീതിയിലുള്ള പരാജയത്തിന് കാരണമായതെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം സമർപ്പിച്ച CPMന്റെ റിപ്പോർട്ടിലുള്ള ചർച്ചയാണെന്ന് നടക്കുക. ഈ ചർച്ചയ്ക്ക് ശേഷമായിരിക്കുമെന്ന് ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി തുടർന്ന CPMന്റെ സംസ്ഥാന സമിതി യോഗം അവസാനിക്കുകയും ചെയ്യുക. ഗോകുലൻ ശ്രീനിധി. ജിബിനൊരു കാര്യം കൂടി, ഇന്ന് ഈ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ കോൺഗ്രസ് ഒരു തീരുമാനത്തിലേക്ക് എത്തിയാൽ സ്വാഭാവികമായും CPMന്റെ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇന്ന് തന്നെ ഉണ്ടാകുമോ? ഗൂഗിൾ അതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിലും ഈ പ്രതിപക്ഷ നേതാവ് ആരാകണമെന്ന തരത്തിലുള്ള ചർച്ചകൾ CPMന്റെ സംസ്ഥാന സമിതി യോഗത്തിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ. കാരണം ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള ഒരു കാര്യം അറിഞ്ഞ ശേഷം മാത്രം പ്രതിപക്ഷ നേതാവിലേക്കുള്ള ഒരു തീരുമാനം പോയാൽ മതി എന്നുള്ളതാണ് നിലവിലെ വിലയിരുത്തൽ എന്ന് പറയുന്നത്. കാരണം മുഖ്യമന്ത്രി ഒരു ജൂനിയർ ആയിട്ടുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ അതനുസരിച്ച്, അല്ലെങ്കിൽ സീനിയർ ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് നേതാവാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ CPMൽ നടക്കുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിൽ ഏറ്റവും വെല്ലുവിളിയായി തുടരുന്നത് CPIയുടെ അവകാശവാദമാണ്. CPI പറയുന്നത് അവർക്ക് ഉപപ്രതിപക്ഷ നേതാവ് സ്ഥാനം CPIക്ക് തന്നെ വേണമെന്നുള്ള ഒരു തീരുമാനത്തിൽ CPI ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ CPM അത് അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യമില്ല. കാരണം അങ്ങനെ ഒരു കീഴ്വഴക്കം പാർട്ടിയിലില്ല. പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് അതൊരു സ്ഥാനം മാത്രമാണ്, അത് CPMനുള്ളതാണ്. ആ ഒരു പോസ്റ്റ് മാത്രം മതി എന്നുള്ള ഒരു കടുത്ത നിലപാടിൽ തന്നെയാണ് CPIയും നിൽക്കുന്നത്. അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇനി നടക്കേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് ഈ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപനം വന്നാൽ ഉടൻ തന്നെ CPMന്റെ പ്രത്യേകിച്ച് LDF ഈ പ്രതിപക്ഷ നേതാവ് ആരാണ് എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ വീണ്ടും പുനരാരംഭിക്കുമെന്നുള്ള ഒരു വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്ന് ചേരുന്ന യോഗത്തിൽ, പ്രത്യേകിച്ച് ഇന്ന് ഉച്ചവരെ ഉള്ളത് ഈ കഴിഞ്ഞ ദിവസം പാർട്ടി സെക്രട്ടറി സമർപ്പിച്ച റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകളാണ് ഉച്ചവരെയുള്ളത്. അതിനുശേഷം നടക്കുന്ന ചർച്ചയിൽ ഇന്ന് ഉച്ചയോടുകൂടി കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരാണ് എന്നുള്ള കാര്യം പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന യോഗങ്ങളിൽ ഇക്കാര്യം കൂടി ചർച്ചയാകുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഗോകുലൻ ശ്രീനിധി. ശരി, ജിബിൻ ജെബിയാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഇന്നത്തെ മുഖ്യമന്ത്രി പ്രഖ്യാപനം പ്രതിപക്ഷ നേതാവിന് ആരാകുമെന്ന കാര്യത്തിൽ കൂടി സ്വാധീനിക്കുന്നൊരു പ്രഖ്യാപനമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിനെ ഒരു വലിയ പ്രഖ്യാപനം എന്ന് പറയുന്നത്. ആ പ്രഖ്യാപനത്തിന് ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം. ജിബിൻ ജെബിയാണ് വിവരങ്ങൾ നൽകിയത് CPMന്റെ യോഗങ്ങളുമായി ബന്ധപ്പെട്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.